പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനം ചിന്ത എന്ന് പറയുന്നത് മനസ്സലിയുന്ന കർത്താവ് എന്നുള്ളതിനെ കുറിച്ചാണ്. മനസ്സലിവുള്ള കർത്താവ്, നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള മനസ്സലിവുള്ള ഒരു കർത്താവിനെ കുറിച്ച് ആണ് ഇന്ന് രാത്രികാലം ഞാൻ ആ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവർ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ, നിസ്സാരമായ വിഷയങ്ങളെ പറഞ്ഞ് ദേശത്തിൻ്റെ നടുവിൽ പൊലിപ്പിച്ച് നമ്മളെ അപവാദപ്പെടുത്തി നമ്മുടെ വിഷയങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മെ മനസ്സലിവുള്ള സർവശക്തനായ ദൈവം വിടുവിക്കുന്ന ഒരനുഭവത്തെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊന്ന് പുറമോട്ടിറങ്ങി ചിന്തിച്ചു നോക്കിയാൽ നാം അറിയാത്ത എത്രയോ വിഷയങ്ങൾ മറ്റുള്ളവർ ചുമന്ന് നമ്മെ പരസ്യകോലമാക്കത്തക്ക നിലയിൽ ഒരു കൂട്ടം ജനങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങൾ, നാം അറിയാത്ത, നാം കണ്ടിട്ടില്ലാത്ത, നാം പറഞ്ഞിട്ടില്ലാത്ത, നാം ചെയ്തിട്ടില്ലാത്ത പല വിഷയങ്ങളും നാം അറിയാതെ ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ വിഷയം പൊക്കിപ്പിടിച്ച് സമൂഹത്തിന്റെ നടുവിൽ പരസ്യകൂലമാക്കി കളയാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ്, മനസ്സലിവുള്ള സർവശക്തനായ ദൈവം നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ നിന്ന് മനസ്സലിഞ്ഞ് നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടന്റ് വാക്യം എന്ന് പറയുന്നത് 13-ാമത്തെ വാക്യമാണ്. 13-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക് എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു. അവിടെ എന്നെ ചിന്തിപ്പിച്ച ചിന്തയെന്ന് പറയുന്നത്, ഒരു വിധവയായ സ്ത്രീക്ക് ഉണ്ടായിരുന്ന മകൻ മരിച്ചു. മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് ചിലര് നടക്കുകയാണ്. ആ വാക്യം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മരിച്ച മകനെ, വിധവയുടെ മകനെ ചുമന്നുകൊണ്ട് ഒരു കൂട്ടം ജനം നടക്കുകയാണ്. വിധവ ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വിഷയത്തിൽ ഭാരത്തോടെ കരയുന്നൊരു സാഹചര്യം കാണാൻ കഴിയുന്നത്. എന്നെ ചിന്തിപ്പിച്ച ദൈവിക ദൂത്, വിധവയുടെ ഭവനത്തിന്റെ അകത്തളത്തിലെ വിഷയമാണ് മകൻ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ദൂത് പറയാം, അവൻ നമ്മുടെ ഭവനത്തിന്റെ അകത്തളത്തിലെ വിഷയങ്ങളെയാണ് നാട്ടുകാർ ചുമന്നുകൊണ്ട് പരസ്യപരമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സലിവുള്ള ദൈവമാണ്. നീ ഏത് വിഷയത്തിനാണോ കരയുന്നത് ആ വിഷയത്തിൽ ദൈവം നിനക്ക് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. ഇവിടെ വിധവ കരയുന്നത് തന്റെ ഭവനത്തിലുള്ള അംഗത്തെ അവൻ ചിലര് ചുമന്നുകൊണ്ട് നടക്കുകയാണ്.
യേശു വന്നിട്ട് കരയുന്ന വിധവയെ കണ്ടിട്ട് പറയുന്നു, നീ കരയണ്ട. ആമേൻ. അവളുടെ കരച്ചിൽ കണ്ടിട്ട് ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് അവിടെ ഞാനൊരു വ്യക്തമായ ദൂത് വിളിച്ചു പറയാം. മനസ്സലിവ് തോന്നിയിട്ട് മഞ്ചം ചുമക്കുന്നവരോട്, അല്ലെങ്കിൽ മഞ്ചത്തെ ദൈവം എന്ത് ചെയ്തു? തൊടുവാനിടയായി തീർന്നു. മഞ്ചത്തെ തൊടുവാനിടയായി തീർന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, ആമേൻ. അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. അവൻ അടുത്ത് നിന്ന് മഞ്ചം തൊട്ടു. അതിനകത്ത് കിടന്ന മരിച്ചവനെ അല്ല ദൈവം തൊട്ടത്, അകത്ത് കിടന്നവനെ ചുമന്ന വിഷയം എന്താണോ, അകത്ത് കിടന്നവനെ ചുമന്ന വിഷയം എന്താണോ ആ വിഷയത്തെ ദൈവം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. അപ്പൊ ദൂത് മനസ്സിലായി. നിന്റെ വിഷയം എന്താണോ, നിന്റെ വിഷയത്തെ ചുമക്കുന്നവരെ നിർത്താൻ നിന്റെ വിഷയത്തെ ദൈവം തൊടുവാനിടയായി തീരണം. നിന്റെ വിഷയത്തെ തൊടണമെങ്കിൽ നിന്റെ വിഷയത്തെ ചുമക്കുന്നവരുടെ മുമ്പിൽ ഒരു നിലവിളിയുടെ അനുഭവം ഉണ്ടാകുവാനിടയായി തീരണം. ഇവിടെ വിഷയം വിധവയുടെ മകനെ ചുമന്നുകൊണ്ടു പോകുകയാണ്. ആത്മീയ ദൂത് പറയാം, നിന്റെ വിഷയത്തെ നാട്ടുകാർ ചുമന്ന് പൊലിപ്പിച്ച് സമൂഹത്തിന്റെ നടുവിൽ നിന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക, നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിന്നെ പരസ്യകൊലമാക്കിക്കൊണ്ടിരിക്കുക, സമൂഹത്തിന്റെ നടുവിൽ നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് നിന്റെ വിഷയത്തെ ചുമക്കുന്നത് എന്താണോ അത് മഞ്ചമാണ്. മഞ്ചത്തിൽ കിടന്നവനെ ചുമന്നുകൊണ്ടുപോയത് മഞ്ചത്തിലാണ് കിടത്തിരുന്നത്. എന്നാൽ മഞ്ചത്തെ തൊട്ടപ്പോൾ അകത്ത് കിടന്ന മരിച്ചവനെ അല്ല തൊട്ടത്, അവനെ കിടത്തിയ മഞ്ചത്തെ തൊട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയത്തെ തൊട്ടപ്പോൾ ചുമക്കുന്നവർ നിന്നു. അപ്പൊ നിന്റെ വിഷയത്തെ തൊടണമെങ്കിൽ ഒരു നിലവിളി അവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടെ ആയിത്തീരണം. വിധവയുടെ നിലവിളിയുടെ മുമ്പിൽ തന്റെ ഭവനത്തിൽ നിന്ന് ചിലരാൽ ചുമന്നുകൊണ്ട് നടന്ന ചില വിഷയങ്ങൾ, വിധവയുടെ നിലവിളിയുടെ മുമ്പിൽ തന്റെ ഭവനത്തിൽ നിന്ന് നാട്ടുകാരാൽ ചുമന്നുകൊണ്ട് നടന്ന ചില വിഷയങ്ങളുടെ മൂലകാരണത്തെ ദൈവം തൊടാൻ തയ്യാറായപ്പോൾ അവൻ മഞ്ചത്തിൽ കിടന്നവൻ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ നിമിഷം വരെ ചുമന്നുകൊണ്ട് നടന്നവർ അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ദൈവം ഇറങ്ങി വന്ന് നിന്റെ വിഷയത്തെ തൊട്ടാൽ, അവൻ നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടാൽ, ദൈവം ഇറങ്ങി വന്നാൽ ചുമക്കുന്നവർ ആരാണെങ്കിലും അവൻ അവിടെ നിൽക്കുവാനിടയായി തീരും. നിനക്കെതിരെ അപവാദം പറയുന്നവരാണെങ്കിലും, നിന്റെ വിഷയത്തെ നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞു പരത്തി നിന്നെ അപവാദപ്പെടുത്തുന്നവരാണെങ്കിലും, ആമേ, ദൈവം ഇറങ്ങി വന്നാൽ നിന്റെ നിലവിളിയുടെ മുമ്പിൽ, നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, നിന്റെ കരച്ചിലിന്റെ നടുവിൽ, നിന്റെ ഹൃദയ നുറുക്കത്തിന്റെ നടുവിൽ, നിന്റെ ആവലാതിയുടെ നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നാൽ നിന്റെ വിഷയത്തെ ചുമക്കുന്നവരെ ദൈവം അവിടെ നിർത്തുവാനിടയായി തീരും. അതെത്ര ശക്തന്മാരായാലും എത്ര മല്ലന്മാരായാലും നിന്റെ വിഷയത്തെ തൊടുന്നവരെ, നിന്റെ വിഷയത്തെ ചുമക്കുന്നവരെ, നീ അറിയാത്ത ചില വിഷയങ്ങളെ പറഞ്ഞു പരത്തി നിന്നെ അപവാദപ്പെടുത്തി നാണം കെടുത്തി ഒതുക്കാൻ നോക്കുന്നത് ആരാണെങ്കിലും സർവശക്തനായ ദൈവം അവരെ നിർത്തുവാൻ തക്കവണ്ണം അവിടെയായി തീരും. പക്ഷേ അതിന് നടുവിൽ ദൈവാത്മാവിനോടൊരു നിലവിളി ഉണ്ടെങ്കിൽ, മനസ്സലിയുന്ന കർത്താവ് നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ദൈവം മനസ്സലിഞ്ഞ് നിന്റെ വിഷയത്തെ ചുമക്കുന്ന മഞ്ചത്തെ ദൈവം തൊടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ നാടുകളിൽ വിഷയം എന്താണെങ്കിലും ആ വിഷയത്തിന്റെ നടുവിൽ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഹൃദയ നുറുക്കത്തോടെ തകർന്ന മനസ്സോടെ വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ വിളിച്ചു പറയുന്നത് പോലെ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുവാനിടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ചുമക്കുന്നവരുടെ നടുവിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ
ഇന്ന് രാത്രികാലം ചുമക്കുന്നവരെ നിർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ നിലവിളിക്കാം. ആ സർവശക്തനായ ദൈവം നിന്നോട് മനസ്സറിയുവാനിടയായിത്തീരും. നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ വിടുവിക്കുമാറാകട്ടെ. ആമേൻ.